പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ 38 കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. അപ്പോൾ കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഒന്നാമത്തെ ഒരു മാനദണ്ഡമായിട്ട് ഈശോ എടുക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ട്, വാ പ്രാർത്ഥിക്ക്. ഞങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്, അതിട്. ഞങ്ങളുടെ കയ്യിൽ കർത്താവേ ഞങ്ങൾക്ക് കുറച്ച് അറിവുണ്ട്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കുറച്ച് അറിവുണ്ട്, ഓക്കെ അത് നീ കൊണ്ടുവാ. എന്താണോ നിൻ്റെ കയ്യിലുള്ളത് അത് കൊടുക്ക്. അത് കൊടുക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി ഇതിന് ശേഷം അപ്പോൾ ഈശോ എന്ത് ചെയ്തു? അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് പോയി നോക്കാൻ പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ 5 അപ്പവും 2 മീനും അത് അവരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. നോക്കിയിട്ട് പറഞ്ഞു 5 അപ്പവും 2 മീനും. അപ്പോൾ അതെടുത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്താണ് വാക്യം 39. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പുൽത്തകിടിയിൽ, ഇത് മർക്കോസിൽ മാത്രമുള്ള ഒരു റെഫറൻസാണിത്. ഗ്രീൻ ഗ്രാസ്, മനസ്സിലായോ? ഈ പച്ചപ്പുല്ല് തഴച്ച് വളർന്ന ആ പുൽത്തകിടി മർക്കോസിൽ മാത്രമേ ഉള്ളത്. എന്തെന്നറിയാമോ? ഈ പച്ചപ്പുല്ല് കാണപ്പെടുന്നത്, ഈ ഗ്രീൻ ഗ്രാസ് ഉള്ളത് ജെറുസലേമിൽ യൂദയായാലും ഒരു പ്രത്യേക കാലത്ത് മാത്രമാണ്. ഏത് കാലത്തെന്നറിയാം? പെസഹാ കാലത്ത്. മർക്കോസ് പറയുകയാണ്, ഇത് പെസഹാ തിരുനാളിനോടടുത്ത് നടന്ന ഒരു അത്ഭുതമാണ്. എന്താണ് കാരണം? ഇത് കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ് ഈ വിഷയത്തിലൂടെ. അപ്പോൾ അതാണ് പശ്ചാത്തലം. ഓക്കെ, അപ്പോൾ പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ വാഗ്ദാനം അവരോട് അവൻ നിർദ്ദേശം നൽകി. ഈ പുൽത്തകിടി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പുൽത്തകിടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വാഗ്ദാനം കിടപ്പുണ്ട് സങ്കീർത്തനത്തിൽ. എന്താ വാഗ്ദാനം? 23-ാമത്തെ സങ്കീർത്തനത്തിൽ കിടക്കുന്നൊരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണിത്. എന്താണ് ആ വാഗ്ദാനം? കർത്താവാണ് എൻ്റെ ഇടയൻ. കണ്ടോ, ഇടയനില്ലാത്ത ആടുകളെ പോലെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പച്ചയായ പുൽത്തകിടിയിൽ. കണ്ടോ, ഇത് വാഗ്ദാനമാണത്. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണിത്. സങ്കീർത്തകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് ഇവിടെ കർത്താവ് പൂർത്തീകരിക്കുകയാണ്. പുൽത്തകിടിയിൽ ഇരിക്ക്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പോവുകയാണ്. ആ പുൽത്തകിടിയാണ് നമ്മുടെ ഇടവക പള്ളി. ആ പുൽത്തകിടിയാണ് ഈ ധ്യാനകേന്ദ്രം. നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇവിടെ വെച്ചല്ലേ കർത്താവ് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ ചോറും കറിയല്ല. നമ്മളെ ദൈവം വളർത്തുന്നത് മുഴുവൻ ഇവിടെ അല്ലേ? നമ്മുടെ ഇടവക പള്ളി മാമോദീസ മുതൽ നമ്മളെ വളർത്തുകയാണ്. അതാണ് ആ 23-ാം സങ്കീർത്തനം വാഗ്ദാനം ചെയ്ത പുൽത്തകിടിയാണ്. ചേട്ടാ ചേച്ചി, നിൻ്റെ പള്ളി പോ. അടച്ച് ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ തള്ളി തുറന്നും കയറ്. പള്ളി പോ. പുൽത്തകിടി. അപ്പോൾ പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇനി അടുത്ത ഓരോ വാക്യവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. എന്തിനാ ഈ 100ഉം 50ഉം? ഈ പഴയ നിയമത്തിൽ റെഫറൻസ് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. പുറപ്പാട് 18, 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, മരുഭൂമിയിലെ യാത്രയിൽ ജനങ്ങൾ തമ്പടിക്കുന്ന സമയത്ത് അവരെ ക്രമീകരിച്ചിരുന്നത് 100ഉം 50ഉം 10ഉം 10, 50, 100, 1000 വീതമുള്ള ഗ്രൂപ്പുകളായിട്ടാണ്. എവിടാ? മരുഭൂയാത്രയ്ക്കിടയിൽ. ഇതെവിടാ? വിജനപ്രദേശം, മരുഭൂമി. ആ മരുഭൂമിയിൽ വെച്ച് ജനം യാത്ര ചെയ്തിരുന്നപ്പോൾ ജനത്തെ ഡിവൈഡ് ചെയ്തിരുന്നത് 10 പേരുള്ളൊരു ഗ്രൂപ്പ്, 50 പേരുള്ളൊരു ഗ്രൂപ്പ്, 100 പേരുള്ളൊരു ഗ്രൂപ്പ്. കണ്ടോ, ആ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. 50ഉം 100ഉം പേരുള്ള ഗ്രൂപ്പായിട്ട് ഇരുത്താൻ പറഞ്ഞു. ഇനി ഇരുത്തിയിട്ട് ഒരു 50 പേർക്ക് ഒരു 50 പേരുടെ ഒരു 10 ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുകയാണ്. ആ 10 ഗ്രൂപ്പിൻ്റെ ചാർജ് പത്രോസിന്. അങ്ങനെ കണ്ടോ, സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിരുത്തിയിരിക്കണം. അല്ലാതെ എല്ലാം കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം, അവിടെ നീ കുറയണം, അവിടെ മരത്തെ കയറി ഇരുന്ന് കുറയണം, അങ്ങനെയല്ല. കണ്ടോ,
എല്ലാ കാര്യത്തിനും ഒരു അച്ചടക്കം വേണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു അച്ചടക്കം വേണം. മനസ്സിലായോ? അതെങ്ങനെയല്ല ആവൂ അങ്ങനെയല്ല. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. എല്ലാം കർത്താവ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ടാണ് ചെയ്തത്. പൂർണ്ണതയുണ്ടായിരുന്നു ഈശോയ്ക്ക് എന്ത് ചെയ്യുന്നതിന്. അപ്പോൾ എന്ത് ചെയ്തു? അത് അങ്ങനെ എഴുത്താൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് അവിടെ ഉള്ള എല്ലാവരും അവിടെ ഇരിക്കട്ടെ എന്ന് പറയല്ല. പത്രോസ് അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ, പത്രോസെ അങ്ങനല്ല, 100 പേര് 1 2 3 4 5 99 100 101 മാർ ഇങ്ങോട്ട് മാർ, ഈ ഗ്രൂപ്പിലോട്ട് വാ. ഞാൻ ഇത് തമാശയായിട്ട് പറയുന്നല്ല, ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്തെന്നറിയാമോ? ഇതൊക്കെ വെറുതെ ചുമ്മാ കുറേ സദ്യ വിളമ്പുന്ന പരിപാടിയല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. അവൻ പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങൾ കാണിക്കാൻ പോവുകയാണ്. നാളെ ഒരു കാലത്ത് ഇടവക പള്ളികളിൽ ഇങ്ങനെ ഇവർ വന്നിരിക്കുമ്പോൾ തോന്നിയ പോലെ എല്ലാം കൂടെ അലങ്കോലമായിട്ടിരിക്കാതെ സിസ്റ്റമാറ്റിക്കായിട്ട് ആണുങ്ങൾ അവിടെ, പെണ്ണുങ്ങൾ അവിടെ, യൂത്ത് ഇവിടെ, കൊയർ ഇവിടെ, അൾത്താരപാലന്മാരിവിടെ, അങ്ങനെയൊക്കെ ഒരു അച്ചടക്കത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി നേരത്തെ കർത്താവ് ഇതെല്ലാം ചെയ്തതാണ്. അല്ലാതെ ഇതൊന്നും ഉഴപ്പിച്ചെയ്ത കാര്യങ്ങളല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അപ്പോൾ അവർ ഇരുന്നു. അയ്യോ, എനിക്കെന്നും അത്ഭുതം തോന്നുന്നൊരു വാക്യമുണ്ട്. അവർ ഇരുന്നു. ആര്? 5000 പുരുഷന്മാരെന്നാ പറയുന്നത്. 5000 പുരുഷന്മാരുടെ കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ പള്ളികളുടെ കണക്ക് വെച്ച് നോക്കിയാലേ 5000 പുരുഷന്മാർ വന്നാൽ എത്ര ആയിരം സ്ത്രീകൾ വരും? 10000 സ്ത്രീകൾ വരും മിനിമം. 10000 അമ്മമാരും 5000 അപ്പന്മാരും വന്ന കൂട്ടത്തിൽ എത്ര പിള്ളേർ കാണും? യോഹന്നാന്റെ സുവിശേഷത്തിലാണ് തോന്നുന്നു, ഒരു ബാലൻ്റെ കയ്യിലാണ് അപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരുണ്ടേ. അപ്പോൾ ഒരു മിനിമം, എൻ്റെ ഒരു കണക്കനുസരിച്ച് മിനിമം ഒരു 20000 പേരുള്ള ഒരു ഗ്രൂപ്പാണിത്. ആ 20000 പേര് ഇരുന്നു. ചുമ്മാ ഇരിക്കുകയല്ല, എവിടെയെങ്കിലും ഇരിക്കുകയല്ല, സിസ്റ്റമാറ്റിക്കായിട്ടിരുന്നു. ആഹാരം കഴിക്കാനിരിക്കുന്നത് പോലെ ഇരുന്നു. ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡറും ഒക്കെ ആയിട്ട് ഇരുന്നു. എൻ്റെ സംശയം ഇതാണ്, എന്ത് കണ്ടിട്ടാണ് അവരിയ്ക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് ഇരിക്കുന്നത്? ഈ വിളമ്പുന്നവൻ്റെ കയ്യിൽ എന്നാ ഉള്ളേ? 5 അപ്പവും 2 മീനും. 5 അപ്പവും 2 മീനും കണ്ടിട്ട് 20000 പേരിരുന്നെങ്കിൽ അങ്ങനെ ഇരുന്നവന് അസാധാരണമായൊരു വിശ്വാസം ഉണ്ടാവണം. ഇല്ലാത്തവൻ ഇരിക്കുമോ? ഒന്നും കാണാതെ ഒരുത്തൻ തിന്നാനിരിക്കുമോ? ഇല്ല. അപ്പം ഇരുന്നവന് ഒരുറപ്പുണ്ട്, 5 അപ്പവും 2 മീനുമേ ഞാൻ കാണുന്നുള്ളെങ്കിലും ഞാൻ കാണാത്ത ഒരു വിരുന്ന് ഇവനെവിടെയോ മറച്ചു വെച്ചിട്ടുണ്ട്. അവനത് തരും. അവൻ്റെ കയ്യിൽ അതുണ്ട്, അവനത് തരും. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ഇരുന്ന ജനമാണ്. അവരിരുന്നു. ഒരു വകയും കൺമുമ്പിലില്ല, പക്ഷേ അവരിരുന്നു. അങ്ങനെ ഇരുന്ന ചില ആളുകളെ എനിക്കറിയാം. ഒന്നുമില്ല, പക്ഷെ അവരെന്ത് ചെയ്തു? അവർ വീട്ടിലൊരു പ്രാർത്ഥനാ പായ വിരിച്ചിട്ട് ഇരുന്നു. ഒന്നുമില്ല, ഇരുന്നിട്ട് കർത്താവേ എന്ന് വിളിച്ചു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? വിരുന്ന് വരാൻ തുടങ്ങി. ഒന്നുമില്ല, ആകെയുള്ളത് കർത്താവ് ഉള്ളിടത്ത് വിശ്വസിച്ച് നല്ല അടുക്കും ചിട്ടയോടെ ഇരിക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെ ഇരുന്നു. ഒന്നും കണ്ടില്ലെങ്കിൽ അങ്ങനെ ഇരുന്നു. 50 കോടിയുടെ കടം തലക്ക് മീതെ കിടക്കുകയാണ്. ഒന്നും വേണ്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. കോടികളുടെ കടം ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരിടത്തും ഒരു കൂപ്പൺ അടിച്ച് പിരിക്കാൻ പോകണ്ട. ഇരുത്താൻ പറ്റുന്നവരെല്ലാം ഇരുത്ത്. കർത്താവിൻ്റെ അടുത്ത് ഇരുത്ത്. വന്നോളൂ, അതുണ്ടായിക്കോളൂ. ആ സദ്യ കർത്താവ് തന്നുകൊള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പുൽത്തകടിയിൽ കൂട്ടമായിട്ട് ഇരിക്കാൻ കർത്താവ് കാണാത്ത അപ്പത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവരിയ്ക്കുന്നത്. കാണാത്ത അപ്പത്തെ. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. അപ്പോൾ ഒന്ന് കാണുന്നൊന്നുമില്ല. മക്കളെയൊക്കെ കാണുമ്പോഴേ മക്കൾ ഭയങ്കര കുരുത്തക്കേടാന്ന് വെച്ചോ, നമ്മൾ വിചാരിക്കുന്ന വഴിക്കുന്ന മക്കൾ വരുന്നില്ലെന്ന് വെച്ചോ, പക്ഷേ
ആ മക്കളെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം, ഇരുന്നിട്ട് പറയണം, അവനിൽ നാളെ ഒരു വിശുദ്ധനെ ഞാൻ കാണുന്നുണ്ട് കർത്താവേ. എന്താ അത് കാണാനുള്ള ഉറപ്പ്? ഞാൻ ഇരിക്കുന്നത് നിൻ്റെ അടുത്തല്ലേ. അവൻ മാറും. എന്നോടൊരു അമ്മച്ചി പറഞ്ഞു, മക്കൾ രണ്ടുപേരും സഭ വിട്ടുപോയി, ഇപ്പോൾ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അച്ഛാ എനിക്കൊരു സമാധാനമല്ല. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, കണ്ണടയും മുമ്പ് അവരുടെ മാനസാന്തരം എൻ്റെ ഈ അമ്മ കണ്ടിരിക്കും. എന്താ ഉറപ്പ്? അമ്മച്ചി ഇരിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ അടുത്ത്, അത് മതി അമ്മച്ചി, അവർ തിരിച്ചു വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഞാൻ പെട്ടെന്ന് പറയുകയാണേ, ഒത്തിരി സമയം പോകുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് 41-ാമത്തെ വാക്യത്തിൽ 5 വെർബുകളുണ്ട്, 5 ക്രിയകൾ. എന്തൊക്കെയാണ്? ഹി ടുക്ക്, അവൻ എടുത്തു. രണ്ടാമത്തേത് ലുക്ക്ഡ് അറ്റ് ടു ഹെവൻ, സ്വർഗത്തിലേക്ക് നോക്കി. 3 ഗേവ് താങ്ക്സ്, കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. 4 ബ്രോക്ക്, മുറിച്ചു. 5 എന്ത് ചെയ്തു? ഗേവ് ടു ദ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരുടെ കൊടുത്തു വിളമ്പാൻ. മനസ്സിലായോ? ഈ വെർബുകളെല്ലാം വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കുർബാനയാണ് വിളമ്പുന്നത്. ഇവിടെ കുർബാന കൊടുപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അതാണ് മർക്കോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യമാണ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഈശോയ്ക്ക് അങ്ങ് നേരിട്ട് വിളമ്പിക്കൂടെ? 10 പേർക്കെങ്കിലും വിളമ്പിക്കൂടെ? ഇവിടെ പറയുന്നതനുസരിച്ച് കർത്താവ് ആർക്കും വിളമ്പിയിട്ടില്ല. ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിളമ്പാൻ പറഞ്ഞു. മനസ്സിലായോ? അതായത് യേശു എന്തുകൊണ്ട് നേരിട്ട് വിളമ്പിയില്ല എന്നതിൻ്റെ ഉത്തരമാണ് എന്തിന് സഭ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. സഭയുള്ളപ്പോൾ കർത്താവ് നേരിട്ടല്ല വിളമ്പുന്നത്, സഭയിലൂടാണ് വിളമ്പുന്നത്. മനസ്സിലായി? ഇപ്പം ഈ അച്ഛൻ്റെ അടുത്ത് എന്തിനാ കുമ്പസാരിക്കുന്നത്? നേരിട്ട് പറഞ്ഞാൽ പോരാ മോളെ, നേരിട്ട് പറഞ്ഞാൽ പോരാ. കർത്താവ് പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെടും, നീ പാപം ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും, നീ അഴിച്ചാൽ അഴിക്കപ്പെടും. ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളമ്പാൻ. മനസ്സിലായോ? അതുകൊണ്ട് സഭ എന്തിന്, അതായത് അച്ഛൻ്റെ അടുത്ത് എന്തിന് കുമ്പസാരിക്കണം? നേരിട്ട് അങ്ങ് കുമ്പസാരിച്ചാൽ പോരാ. നേരിട്ട് പറഞ്ഞാൽ പോരാ. നേരിട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ കർത്താവ് നിങ്ങൾ ആരുടെ പാപം ബന്ധിച്ചാലും ബന്ധിക്കും, മോചിച്ചാൽ മോചിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ കിട്ടുന്ന മറ്റൊരാശയമാണ്, ഈ വിളമ്പുകാരാണ് ശുശ്രൂഷകർ. എപ്പോഴും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ഓർത്തോണം, നമ്മൾ ആരാ? വിളമ്പുകാരാണ്. ഈ നമ്മുടെ ഏതാണ്ട് എടുത്ത് കൊടുക്കുന്ന ഒരു സാധനം വരരുത്. അവൻ തന്നത് വിളമ്പുന്നവരാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, ദാനമായിട്ട് നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഈ നമ്മളിത് കൊടുക്കുമ്പോഴേ നമ്മുടെ എന്തോ കൊടുക്കുന്ന ഒരു സാധനം വരരുത്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരാം, ഞാൻ എൻ്റെ സൗകര്യം നോക്കട്ടെ. അങ്ങനെയൊന്നുമല്ല. വിളമ്പുകാരാണ്. മനസ്സിലായി? ശ്രദ്ധിച്ച് കേൾക്കണം. സഭാ ശുശ്രൂഷകരെ, നമ്മൾ വിളമ്പുകാരാണ്, പൂഴ്ത്തിവെപ്പുകാരല്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, ഹോർഡേഴ്സ് അല്ല. വിളമ്പണം. അത് വിളമ്പാൻ പറ്റുന്നിടത്തെല്ലാം വിളമ്പണം, കൊടുക്കണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്ന കാര്യമല്ലേ ഈ പറയുന്നത്, മറിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. മനസ്സിലായില്ലേ? ഒരാൾ കുമ്പസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് അച്ഛൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, വിമർശനമായിട്ട് തോന്നിയാൽ എന്നോട് ക്ഷമിക്കണം. ഒരാൾ കുമ്പസാരിക്കാൻ ചെന്ന സമയത്ത് അച്ഛൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു. അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ പെയിൻ്റ് അടിക്കാരനല്ല, അച്ഛൻ കുമ്പസാരിപ്പിക്കേണ്ട ആളാണ്. അച്ഛൻ അത് വിളമ്പ്. പെയിൻ്റ് അടിക്കാരൻ അടിച്ചോളും, പെയിൻറ്റിങ്ങുകാരൻ അടിച്ചോളൂ. ഇനി അച്ഛന് സമയം ഉണ്ടെങ്കിൽ പിന്നെ അച്ഛൻ പെയിൻ്റ് അടിച്ചോ. വിളമ്പണമെന്ന്, പൂഴ്ത്തി വെക്കരുതെന്ന്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 42-ാമത്തെ വാക്യം, അവരെല്ലാവരും ഭക്ഷിച്ചു. 20,000 പേര് കേട്ടോ. അവരെല്ലാവരും ഭക്ഷിച്ചു, തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷണങ്ങൾ, അപ്പക്കഷണവും മീനും 12 കുട്ട നിറയെ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. 2 വാക്ക് ശ്രദ്ധിച്ചോണം. ഒന്ന്,
എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ഒന്നാമത്തെ വാക്ക് തൃപ്തി, തൃപ്തി. രണ്ടാമത് ബാക്കി വന്നു, മിച്ചം. രണ്ട് വാക്ക്, തൃപ്തി, മിച്ചം. ദൈവം വിളമ്പിയാൽ ഇത് രണ്ടും വരും. എല്ലാവർക്കും തൃപ്തിയും വരും, മിച്ചവും വരും. മനസ്സിലായോ? നമ്മൾ കർത്താവിനെ പോലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് വാങ്ങിക്കുന്നവർക്ക് തൃപ്തിയാവും, അധികവും വരും, അധികവും വരും. അങ്ങനെയാണത്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രത്യേക തരത്തിലുള്ള 2 ഫ്രൂട്ട്, 2 പഴം, ഒരു പ്രത്യേക പഴം, നമ്മുടെ സാധാരണ ഏത്തപ്പഴം, ആ പഴമല്ല, വേറൊരു ഫ്രൂട്ടിന് പേരൊന്നും പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ ആ ഫ്രൂട്ട് അച്ഛന് ആരോ കൊടുത്തു, ഒരാൾക്ക് ആരോ കൊടുത്തു. അപ്പോൾ അതിങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. കഴിക്കാൻ അത് മുറിച്ച് കഴിക്കണമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇത് കൊടുക്കാനൊട്ടൊരു മനസ്സുമില്ല, കാരണം ഇത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഫ്രൂട്ടാണ്. എങ്കിലും വേറെ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് എടുത്ത് കൊടുത്തു. കൊടുത്തപ്പോഴത്തേന് അവിടെ ജോലിക്ക് വന്ന ഒരു സ്ത്രീ പെട്ടെന്ന് വന്നു. അവർ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാക്കറ്റ് എടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ കയ്യിലോട്ട്, ആളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സ്പെഷ്യൽ പഴമാണ്, അച്ഛൻ കഴിക്കണമെന്ന് പറഞ്ഞു. ഈ സാധനം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പാക്കറ്റ് വരികയാണ്. മനസ്സിലായില്ലേ? ഇത് ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ചെറിയ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കൊടുക്കുമ്പോൾ മിച്ചം വരും. 2 പഴം പോയെടുത്ത് ഒരു 7 പഴം ഇതാ വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തൃപ്തി, മിച്ചം. അവർ ശേഷിച്ച കഷണങ്ങൾ അവർ ശേഖരിച്ചു. എന്തുകൊണ്ടാണ് ശേഖരിച്ചേ? നമ്മുടെ അപ്പവും ദോശയും ഇഡലിയൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ കുഴപ്പമില്ല, അവിടെയൊക്കെ കളഞ്ഞിട്ട് പോയിരുന്നു. ഇത് കുർബാനയാണ്, അത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ശേഖരിച്ചത്. മനസ്സിലായോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു എല്ലാ ഫ്രാഗ്മെൻറ്റും എടുത്തോണമെന്ന് പറഞ്ഞു, ഒരെണ്ണം കളയില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് ഇനി പിന്നെ പറയും, ഇതെൻ്റെ ശരീരമാണ്, അത് പറയും. അപ്പോൾ അതുകൊണ്ട് അതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ സാധാരണ അർത്ഥങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അപ്പത്തെക്കുറിച്ച് മനസ്സിലായാലേ ഈശോയെക്കുറിച്ച് മനസ്സിലാവും. അത് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.